അദ്ദേഹം ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. മൃതപ്രായനാക്കിയ ശേഷം ബാലഭാസ്കറിനെ അപായപ്പെടുത്തുകയായിരുന്നു എന്ന് തന്നെയാണ് കലാഭവൻ സോബി ഇപ്പോഴും പറയുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ സഹകരിക്കും, ബ്രെയിൻ മാപ്പിങ്ങിന് പോലും തയ്യാറാണ് എന്നുകൂടിയാണ് സോബി പറയുന്നത്. ടി വി പ്രസാദും അഷ്കർ അലി കരിമ്പയും അല്ലമീനും റോഷിപാലും ചേരുന്നുണ്ട്. ടി വി പ്രസാദിലേക്ക്. പ്രസാദ്, ഈ അപകടത്തിന്റെ ഒരു ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ ഈ സോബി പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. ഈ വാഹനത്തിന്റെ വേഗത, അത് ആര് ഓടിച്ചിരുന്നു തുടങ്ങിയ പല തർക്കങ്ങൾ, സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോബി പറഞ്ഞതുപോലെ ഈ വാഹനത്തിന്റെ പുറകുവശത്തെ ചില്ല് എങ്ങനെയാണ് തകർന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആരോപണം. ടി വി പ്രസാദ്. വിനീത, ഈ സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ ദുരൂഹതകളുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ 2018 സെപ്റ്റംബർ 25 പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് തന്നെ. അപകട സമയത്ത് തന്നെ ബാലഭാസ്കറിൻ്റെ മകൾ മരിച്ചു. പിന്നീട് ഭാര്യയും ബാലഭാസ്കറും ഗുരുതരമായ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്ടോബർ 2 ബാലഭാസ്കർ മരിക്കുകയും ചെയ്തു. പിന്നീട് ഭാര്യ ലക്ഷ്മി പിന്നീട് സുഖം പ്രാപിച്ച് വരികയായിരുന്നു. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ദുരൂഹതകൾ തന്നെയായിരുന്നു. അതായത് സ്വർണ്ണക്കടത്ത് സംഭവവുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് അച്ഛൻ അന്ന് വിശ്വസിച്ചത്. ഇപ്പോഴും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ നിയമ പോരാട്ടത്തിൽ തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് പോകാം വിനീത. കാരണം അവരുടെ സംശയങ്ങളാണ് അതിലേറ്റവും പ്രധാനം. അതായത് സ്വർണ്ണക്കടത്തുമായി ഈ സംഭവത്തിന് ബന്ധമുണ്ടെന്ന് അച്ഛൻ പറയാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി മാത്രം നമുക്ക് നോക്കാം. അതായത് ഇവരുടെ സന്തത സഹചാരിയാണ്. അതായത് ബാലഭാസ്കറിൻ്റെ സന്തത സഹചാരികളാണ് വിഷ്ണുവും അതുപോലെ തന്നെ പ്രകാശൻ തമ്പിയും. ഈ രണ്ടു പേരും സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധമുണ്ട്. നേരത്തെ റോഷി പറഞ്ഞതുപോലെ തിരുവനന്തപുരം എയർപോർട്ടിലൂടെ 25 കിലോഗ്രാം സ്വർണം കൊണ്ടുവന്ന കേസിൽ DRI പിടികൂടിയവരാണ് ഇവർ രണ്ടുപേരും. അവർ ഈ അപകടം നടന്നതിന് പിന്നാലെ നാട്ടുകാർക്കൊപ്പം ഇവിടേക്ക് എത്തി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംശയമായി വരുന്നത്. ഇത് ഒരു സംശയമായി ചൂണ്ടിക്കാണിക്കാനുള്ള കാരണം, ഈ അപകടം നടന്നതിന് ശേഷം 2019 പ്രകാശൻ തമ്പിയുടെ വീട്ടിൽ DRI ഒരു റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിൽ ബാലഭാസ്കറിൻ്റെ 2 ഫോണുകൾ അന്ന് കണ്ടെത്തി. എങ്ങനെയാണ് ബാലഭാസ്കറിൻ്റെ 2 ഫോണുകൾ ഇവരുടെ കയ്യിൽ വന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ഫോണുകൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അടങ്ങിയ ഫോണുകളാണ് എന്നാണ് DRIയിൽ നിന്ന് കിട്ടുന്ന വിവരം. അന്നുണ്ടായ പ്രധാനപ്പെട്ട സംശയങ്ങളിലൊന്ന്, ഈ പറയുന്ന സമയത്ത് നാട്ടുകാർക്കൊപ്പം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളായുള്ളവർ അവിടെ എത്താനുള്ള കാരണം ഈ ഫോൺ എടുക്കാനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. തീർന്നില്ല, ഇനിയുമുണ്ട് ചില സംശയങ്ങൾ. അതായത് ഇവരുടെ കുടുംബത്തിൻ്റെ അനുമതിയില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ബാലഭാസ്കറിനെയും ഭാര്യ ലക്ഷ്മിയെയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നിലും ഈ പ്രകാശൻ തമ്പിയാണ്. അതെന്തിന് ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് മംഗലാപുരം പോലീസ് സ്റ്റേഷനിലെത്തി ആ ഫോണുകൾ കൈപ്പറ്റിയത് അതും പ്രകാശൻ തമ്പിയാണ്. എന്തിനാണ് ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെ ഇത് പ്രകാശൻ തമ്പി ചെയ്തത് എന്ന കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപകടം നടന്ന സമയത്ത് വാഹനമോടിച്ചത് താനല്ല ബാലഭാസ്കറാണെന്നായിരുന്നു അർജുൻ്റെ മൊഴി. പക്ഷേ പിന്നീട് ലക്ഷ്മിക്ക് അസുഖം ഭേദമായി വരുന്ന ഘട്ടത്തിൽ ലക്ഷ്മി പറഞ്ഞു അതല്ല, വാഹനമോടിച്ചത് അർജുൻ തന്നെയാണ്. അത് പിന്നീട് ശാസ്ത്രീയമായി ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ വാഹനമോടിച്ചത് താനല്ല വാഹനമോടിച്ചത് എന്ന് മൊഴി കൊടുക്കാൻ അർജുനെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അർജുന് കാര്യമായ ഒരു പരിക്കുകളുമില്ല. നേരെ മറിച്ച് ബാലഭാസ്കറും മകളും മരിക്കുന്നു, ലക്ഷ്മിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. എങ്ങനെയാണ് അത് സംഭവിച്ചത്? ആ ചോദ്യമാണ് കുടുംബം അന്നുയർത്തുന്നത്, ഇന്നുയർത്തുന്നത്. ഇതിന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന്. പക്ഷേ ആ രീതിയിലേക്ക് അന്വേഷണത്തെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും പറയുന്നത്. വിനീത. ശരി, ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല എന്നത് തന്നെയാണ്. ഡ്രൈവർ അർജുന്റെ അറസ്റ്റോടുകൂടി വീണ്ടും വിഷയം ചർച്ചയാകുന്നു. സ്വർണ്ണക്കവർച്ച സംഘത്തിന് ഇതിന് പിന്നിൽ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നത്. ഏതായാലും തുടർ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് കുടുംബം.